ആ വിഷമമുണ്ട്. പിന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാവരും നോക്കിക്കൊണ്ടേ. അപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കാണുന്നുണ്ട്, വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും 11-ാം തീയതി വരെ ഇവിടെയുണ്ട്. 11-ാം തീയതി വരെ ഞാനിങ്ങനെ തൃശ്ശൂർ പോകും, തിരിച്ച് പാലക്കാട് വരും, തൃശ്ശൂർ, അങ്ങനെ ഇരിക്കുകയാണ്. ദിലീപ് ഇന്നലെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഒരു ക്രിമിനൽ അന്വേഷണ സംഘം അടക്കം ക്രിമിനൽ സംഘമാണ് തന്നെ ഇത്തരത്തിൽ പെടുത്തിയത് എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്തിന്? എന്ത് തെറ്റാണ് അയാളെ ക്രിമിനൽ കേസിൽ പെടുത്താൻ മാത്രം പോലീസുകാരോട് അയാൾ എന്ത് തെറ്റാണ്? അതയാൾ പറയണം. വെറുതെ പോലീസുകാർക്ക് ഈ എന്ന് പറയുന്ന വ്യക്തിയെ ഈ വിഷയത്തിന് ശേഷം മാത്രമാണ് പരിചയം. അതിനു മുമ്പ് അവരെ സംബന്ധിച്ച് അവർ ഒരു സിനിമ നടി മാത്രമാണ്. വേറെ വ്യക്തിപരമായിട്ട് അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും അല്ല അന്വേഷണ സംഘത്തിലുള്ള ആരും തന്നെ. പിന്നെ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞത് അജീവതയല്ലല്ലോ. വ്യക്തിയുടെ പേര് പറഞ്ഞത് 1-ാം പ്രതിയല്ലേ. 1-ാം പ്രതി ഇന്നലെ ധന്യരാജേന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അയാൾ അവർക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സർവ്വസഹജമായി നടക്കാറുണ്ട് പോലും. നിങ്ങളൊക്കെയാണ് ഇത് വലിയ കാര്യമായിട്ട് എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പറയുക? ഇങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുക? ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ് അതിനെ ഇത്ര വലിയ വാർത്തയാക്കി അതിനെ ഇത്ര നശിപ്പിച്ചത് എന്ന് പറയണം. അതായത് അവന്റെ ഇതിൽ എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ അയാൾ ചെയ്യുന്നുണ്ട്. അതിൽ അവൻ ഈ ഒരു കേസിൽ മാത്രമേ ഇയാളുടെ പേര് പറഞ്ഞുള്ളൂ. മറ്റുള്ളതൊന്നും ഇയാൾ പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്നൊന്നും അയാൾ പറയുന്നില്ല. പക്ഷെ ഈ ഒരു കേസിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, അന്നത്തെ ദിവസം അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാളുടെ പേര് പറഞ്ഞിട്ടാണ് നടന്നു പോകുന്നത് അല്ലേ. കോടതിയിൽ ചോദിച്ചപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോഴും അതിജീവിത എന്താ പറഞ്ഞത്? എനിക്കറിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. എനിക്കറിയില്ല അതിന്റെ പിന്നിൽ അയാളാണോ എന്ന്. എനിക്ക് ആ പൾസസുനി പറഞ്ഞ വിവരം മാത്രമാണ്. പക്ഷേ നിങ്ങളോട് ശത്രുതയുണ്ടോ? ശത്രുതയുണ്ട്, തീർച്ചയായിട്ടും ശത്രുത ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അയാൾ തന്നെയാണ് എന്ന്. പക്ഷെ തെളിവുകൾ കണ്ടെത്തേണ്ടത്, തെളിവുകൾ ഉണ്ടാക്കുകയല്ല, കണ്ടെത്തേണ്ടത് പോലീസ് ആണ്. ആ തെളിവുകൾ കണ്ടെത്തിയതിന്റെ പേരിലല്ലേ ഇനി ഒരു പക്ഷേ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റ് ചെയ്യാത്ത അയാളെ 24 മണിക്കൂർ അതിനകത്ത് ഇടാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും വെറുതെ ഇരിക്കും? ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ആണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്താണോ ശരിയായ വാർത്ത അതിന്റെ പിന്നിൽ പോകുന്ന ആളുകളാണെങ്കിൽ വെറുതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ 85 ദിവസം അഴിക്കുള്ളിൽ ഇടാൻ പറ്റും തോന്നുന്നുണ്ടോ? 3 തവണ